എപ്പിസോഡിന്റെ ആരംഭത്തില് ഹീറോ കഴിഞ്ഞ എപ്പിസോഡില് ഭൂമിയിൽ വെച്ച് അയാളുമായിട്ട് വഴക്കായില്ലേ, അത് ആലോചിച്ച് മിററിൽ നോക്കി വിറച്ച് നിൽക്കാണ്. അവൻ എന്തോ പോലെ ആവുന്നുണ്ട്, ദേഷ്യമൊക്കെ വരുന്നുണ്ട്. അത് ആലോചിച്ച് അങ്ങനെ നിൽക്കാണ്. ഈ നേരം തന്നെ നമ്മുടെ മുന്തിരി ഹീറോയും കെട്ടിപ്പിടിച്ച് അവിടെ ഇരുന്നില്ലായിരുന്നോ ആക്സിഡന്റിന് ശേഷം. അവളപ്പം മനസ്സിൽ ചിന്തിക്കുന്നത്, അവിടെ അത്രയും ആൾക്കാർ ഓടി നടന്നിട്ടും എനിക്ക് ഹീറോന്റെ മുഖം മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ, അവനെ മാത്രമേ കേൾക്കാൻ പറ്റുന്നുള്ളൂ എന്നും പറഞ്ഞ് അവന്റെ കയ്യിൽ പിടിക്കുന്നതായിട്ട് ഓർത്ത് അവിടെ ഇരിക്കുകയാണ്. അന്നേ ദിവസം ഹീറോ ജോലിക്ക് പോയില്ലായിരുന്നു. ആ നേരം മുന്തിരിയാണ് ഹീറോനോട് വന്ന് ചോദിച്ചത്, ഞാൻ നിങ്ങളുടെ കൂടെ വന്നോട്ടെ, ഇനി വരാതിരുന്നാല് ഹീറോയിന് സംശയമായാലോ നിങ്ങളുടെ ജോലി പോയെന്ന്, അതുകൊണ്ട് ഞാനും കൂടെ വരാന്ന് പറഞ്ഞ് മുന്തിരിയാണ് ഹീറോന്റെ കൂടെ പാർക്കിലോട്ട് വന്നിരുന്നത്. ആ പാർക്കിൽ വെച്ച് മുന്തിരി ഹീറോന്റെ കയ്യിൽ പിടിക്കാൻ നോക്കിയായിരുന്നു. അവള് വിചാരിക്കുന്നത് പാപം ചെയ്താലും കുഴപ്പമില്ല, അവളുടെ ഹൃദയം പറയുന്നത് ഫോളോ ചെയ്യാന്നാണ്. അവളുടെ ഹൃദയം എന്താണ് പറയുന്നത്, ഹീറോന്റെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാൻ. അങ്ങനെ ഹീറോന്റെ കൈ പിടിക്കാൻ നോക്കുമ്പോൾ ഹീറോ കൈ പിൻവലിക്കുകയാണ്, മാറ്റുകയാണ്. ഹീറോ അവിടെ നിന്ന് എണീറ്റ് പോകാൻ നിൽക്കുമ്പോൾ മുന്തിരി ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് ഹീറോനെ അവിടെ പിടിച്ചിരുത്തിയില്ലായിരുന്നു. അത് വേറൊന്നുമല്ല, അവളുടെ സ്വപ്നത്തിൽ ഒരു പയ്യനെ കാണുന്നുണ്ട് അവള്. ആ പയ്യന്റെ പേര് യുൻഹോ എന്നാണ്. ആ പയ്യൻ ആ സ്വപ്നത്തിൽ നിൽക്കുമ്പോൾ ആരോ അവന്റെ പേര് വിളിക്കും. ആ പേര് വിളിച്ചെടുത്തോട്ട് ആ പയ്യൻ പോകും. ഇതാണ് അവൾ കാണുന്ന സ്വപ്നം. ഈ കാര്യം ഹീറോന്റെ അടുത്ത് പറയുന്നുണ്ട്. ഇത് കേട്ടതോടെ ഹീറോ, നിനക്ക് യുൻഹോനെ എങ്ങനെ അറിയാം, യുൻഹോ എങ്ങനെ നിന്റെ സ്വപ്നത്തിൽ വന്നേന്ന് പറഞ്ഞ് അവളുടെ രണ്ട് കയ്യിൽ കയറി പിടിച്ച് അവളോട് ചോദിക്കുകയാണ്. അവൻ വെച്ച് മുറുക്കുകയാണ് കൈ. അവള് വേദന എടുത്തിട്ട് അവനെ വിളിക്കുകയാണ്, എനിക്ക് വേദന എടുക്കുന്നെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അവന് ബോധം വന്നിട്ട് അവൻ മാറിയിരിക്കുകയാണ്. യുൻഹോ എന്ന് കേട്ടപ്പം അവൻ എന്തോ പോലെ, എന്തോ കൺട്രോൾ വിട്ട പോലെ. അവന്റെ ആരായിരിക്കും യുൻഹോ? ആ ദിവസം തന്നെ രാത്രി മുന്തിരി വീട്ടിൽ വന്ന് കിടക്കുകയാണ്. അതേ നേരം തന്നെയല്ലേ നമ്മുടെ മുടിയെത്തി ഹീറോയിന്റെ കൂടെ പോയി കിടന്നിരുന്നത്. എന്നാൽ മുന്തിരി ഇവിടെ കിടന്നിട്ട് ചിന്തിക്കുന്നത്, യുൻഹോ ആരാണ്, യുൻഹോയും ഹീറോയും തമ്മിൽ എന്താണ് ബന്ധം, ഇനി യുൻഹോ ഹീറോന്റെ മോനാണോ, അവർക്ക് അങ്ങനെ ഒരു മോനുള്ള കാര്യം നമ്മളടുത്തൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, അവർക്ക് മക്കളൊന്നും ഇല്ലല്ലോ, പിന്നെ യുൻഹോ ആരാണെന്ന് ചിന്തിക്കുകയാണ്. ഇതേ സമയം തന്നെ ഹീറോ റൂമിലിരുന്ന് അവൻ എന്തോ ചിന്തിച്ച് ദേഷ്യപ്പെട്ട് അങ്ങനെ ഇരിക്കുകയാണ്. പിറ്റേന്ന് രാവിലെ പള്ളിയിലച്ഛൻ പള്ളിയിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്, എനിക്കൊരു അമ്മയുടെ സ്നേഹം തന്നതിന് നന്ദിയെന്നും പറഞ്ഞിട്ട്. ആ നേരമാണ് ഹീറോയിൻ അങ്ങോട്ട് കയറി വരുന്നത്. ഹീറോയിനെ കണ്ടതോടെ അമ്മയെ നിങ്ങൾ വന്നോ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ ഹീറോയിൻ പറയുന്നത്, എനിക്ക് അതിന് മക്കളൊന്നും ഇല്ലല്ലോ, എനിക്ക് ഹീറോയ്ക്ക് മക്കളില്ല എന്ന് പറയാണ്. പെട്ടെന്ന് തന്നെ പാസ്റ്റർ ബോധത്തിലോട്ട് വരികയാണ്. അയ്യേ, ഞാൻ അഭിനയിച്ചയാന്ന് കള്ളം പറയാണ്. അവന്റെ കണ്ണീന്ന് കണ്ണുനീരൊക്കെ വരുന്നുണ്ട്. അവൻ അവിടെ നിന്ന് കയറിപ്പോവാൻ നിൽക്കുമ്പോൾ ഹീറോയിൻ വിളിച്ചിട്ട് പറയുന്നുണ്ട്, നിനക്ക് അത്ര വിഷമാണെങ്കിൽ ഞാൻ നിന്നെ മോനായിട്ട് ദത്തെടുക്കാം, നിനക്ക് എന്നെ അമ്മയെന്ന് വിളിക്കാന്ന്. എന്നാൽ ഇതൊന്നും വേണ്ട, ഞാൻ ചുമ്മാ അഭിനയിച്ചയാന്നും പറഞ്ഞ് പാസ്റ്റർ അകത്ത് കയറിപ്പോയി ഡോർ അടയ്ക്കുകയാണ്. ഈ സമയം നരകത്തില് നമ്മുടെ രണ്ട് പയ്യന്മാരെ, ഗുണ്ടുപയ്യനെ ദേശക്കാരൻ പയ്യനെ, അമ്മ രണ്ടുപേരെയും നരകരാജാവ് ഇന്റർവ്യൂ എടുക്കുകയാണ്. യുവമാര് പട്ടികളാന്ന് പറഞ്ഞപ്പം നരകരാജാവിന് അത്ഭുതം. ആദ്യമായിട്ടാണ് രണ്ട് പട്ടികൾ വന്നേക്കുന്നത് നരകത്തില് ആൾക്കാരെ ശിക്ഷിക്കാനായിട്ട്. അമ്മമാർക്കൊരു സ്പെഷ്യൽ ഡിവിഷൻ തന്നെ കൊടുക്കുന്നുണ്ട്, ജീവികളെ ഉപദ്രവിച്ചവന്മാരെ ശിക്ഷിക്കാനായിട്ടുള്ള ഒരു ഡിവിഷൻ. അവന്മാര് ശിക്ഷിക്കാൻ പോകുമ്പോൾ നരകരാജാവ് നമുക്ക് നടക്കാൻ പോയാലോ എന്ന് ചോദിക്കും. അപ്പൊ ഈ പട്ടിക്കുട്ടികൾ ഇങ്ങനെ ചുറ്റൂലേ വാലിന് ചുറ്റും, അത് കണക്ക് കാണിക്കുകയാണ്. അവന്മാര് പട്ടികളായോണ്ട് അങ്ങനെ പറയുമ്പോൾ അവന്മാർക്ക് അങ്ങനെ ഓൾറെഡി വരുന്നതാണ്. എന്തായാലും നരകരാജാവ് അവന്മാരെ കളിപ്പിച്ചിട്ട് അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ് ആൾക്കാരെ ശിക്ഷിക്കാനായിട്ട്. നരകത്തിന്റെ മെയിൻ ഹാളിൽ ഇറങ്ങി ചെല്ലുമ്പോൾ അവിടെ ഒരുത്തനുണ്ട്. അയാളെ പ്രത്യേക രീതിയിലാണ് സ്മെല്ല് ചെയ്യുന്നത്. നമ്മുടെ ഗുണ്ടുപയ്യൻ ഓർത്തു നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്, ഇയാളാണ് പട്ടികളെ പിടിച്ചോണ്ട് പോയിട്ട് അതിനെ ബ്രീഡ് ചെയ്യിക്കും. അത് ചാവുന്ന വരെ അതിനെ ബ്രീഡ് ചെയ്യിപ്പിക്കും. എന്നിട്ട് അതിന് നല്ല രീതിയിൽ തീറ്റയൊന്നും കൊടുക്കത്തില്ല. ഇത് ഓർക്കുമ്പോൾ തന്നെ ഗുണ്ടുപയ്യന് ദേഷ്യം വരും. അപ്പൊ ദേഷ്യപയ്യൻ പറയും, എന്നാ പിന്നെ നീ നിന്റെ ശിക്ഷ അങ്ങ് കൊടുത്തോ. ഇത് പറഞ്ഞതോടെ നമ്മുടെ ഗുണ്ടുപയ്യൻ ഒറ്റ കടിയാണ് അങ്ങേരുടെ കയ്യിൽ, മാംസം കടിച്ചു പറിച്ചങ്ങ് എടുക്കും. അളിയന്മാർക്ക് നല്ല സന്തോഷമായിട്ടുണ്ട്, മോശപ്പെട്ട ആൾക്കാരെ ശിക്ഷിക്കാൻ കിട്ടുന്ന ഒരു അവസരമല്ലേ. പിന്നീട് നമ്മുടെ ഹീറോയിനെ കാണിക്കുകയാണ്. ഹീറോയിൻ പള്ളിയിൽ പോയിട്ട് തിരിച്ച് വീട്ടിൽ വരുമ്പോൾ ഹീറോയിനെ കാത്തവിടെ നിപ്പുണ്ട്. വന്ന് കെട്ടിപ്പിടിക്കുകയാണ്, എവിടെ പോയി മുത്തേന്ന് ചോദിച്ചിട്ട്. അത് കഴിഞ്ഞ് വീട്ടിലോട്ട് നടന്നു പോകുമ്പോൾ ഹീറോയിൻ പറയുന്നുണ്ട്, ഇന്ന് പള്ളിയിലച്ഛൻ എന്നെ അമ്മയെന്ന് വിളിച്ച്. ഞാനപ്പോ പറഞ്ഞ് എനിക്ക് മക്കളൊന്നുമില്ല. അതിന് നമുക്ക് മക്കളില്ലല്ലോ, പിന്നെന്തിനാണ് പാസ്റ്റർ അങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കുകയാണ്. അതും പറഞ്ഞ് അവര് വീട്ടിലോട്ട് കയറി പോവാണ്. ഈ കാര്യം കേട്ടോണ്ട് മുന്തിരി പുറത്തു നിൽപ്പുണ്ടായിരുന്നു. മുന്തിരിക്ക് ഉറപ്പായി അപ്പൊ ഹീറോയിനും ഹീറോയ്ക്കും മക്കളില്ല എന്നുള്ള കാര്യം. ഇവിടെ സീൻ കട്ട് ചെയ്താൽ അടുത്ത സീനില് മുന്തിരി ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ ഒരു പയ്യനെ കാണുന്നുണ്ട്. ആ പയ്യനെ ആരോ പേര് വിളിക്കുന്നുണ്ട്. ആ പയ്യൻ അങ്ങോട്ട് പോവാണ്. വിളി കേട്ടെടുത്തോട്ട് മുന്തിരിയും പിറകെ ചെന്ന് നോക്കുന്നുണ്ട്. നോക്കുമ്പോ എന്താ കാണുന്നതെന്നറിയാമോ? അതായത് മുന്തിരിയെ പോലെ വേറൊരു സ്ത്രീ, കറക്റ്റ് മുന്തിരി തന്നെ. ആ മുന്തിരി അവിടെ ഇരിക്കുകയാണ്. മുന്തിരിയുടെ കുട്ടിയാണ് ആ പയ്യൻ യുൻഹോ. അവനെ കെട്ടിപ്പിടിച്ചോണ്ട് നിൽക്കുമ്പോൾ ആ പയ്യൻ മാഞ്ഞു പോകും. അങ്ങനെ നമ്മുടെ മുന്തിരി നിലവിളിക്കുന്നതായിട്ടാണ് അവളുടെ സ്വപ്നത്തിൽ കണ്ടിരിക്കുന്നത്. ഇത് കണ്ട് ഞെട്ടി എണീച്ച മുന്തിരി നേരെ ഹീറോന്റെ അടുത്ത് ചെല്ലുകയാണ്. ഞാൻ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടെന്ന് ഹീറോനോട് പറയുകയാണ്. യുൻഹോനെ കണ്ടെന്ന്. യുൻഹോ മുന്തിരിയുടെ മോനാണെന്ന് ഹീറോനോട് പറയാണ്. എന്നാൽ ഇത് കേട്ടോടനെ ഹീറോയ്ക്ക് ദേഷ്യം വരാണ്. അതുപോലെ തന്നെ നമ്മളൊരു ഫ്ലാഷ് ബാക്കിലോട്ട് കൊണ്ടുപോവുകയാണ്. ആ ഫ്ലാഷ് ബാക്കിൽ മുന്തിരി നോക്കി നിൽക്കെ തന്നെ യുൻഹോ എന്ന് പറയുന്ന പയ്യനെ ഹീറോ ആ സ്വപ്നത്തിൽ വലിച്ചോണ്ട് പോകുന്നതായിട്ടാണ്. ഇത് പഴയ കാലത്ത് നടന്നതാണ്, എന്താണെന്ന് നമുക്കറിയത്തില്ല. ഇനി പോകുമ്പോൾ മനസ്സിലാക്കാം. യുൻഹോ എന്റെ മോനാന്ന് ഹീറോനോട് പറയുമ്പോൾ ഹീറോ ദേഷ്യപ്പെട്ടിട്ട്
നിന്നോട് ആരാ പറഞ്ഞ, ഇതാരാ നിന്നോട് പറഞ്ഞെന്നും പറഞ്ഞ് അവളോട് ദേഷ്യപ്പെടുകയാണ്, അവളോട് ശബ്ദം ഉയർത്തുകയാണ്. എന്നാൽ ഇത് കേട്ട് പേടിച്ച മുന്തിരി എനിക്ക് ചുമ്മാ തോന്നിയതായിരിക്കുമെന്നും പറഞ്ഞ് അവൾ റൂമിൽ ചെന്ന് ഡോറ് കുറ്റിയിടുകയാണ്. ഹീറോ വിട്ടുകൊടുക്കുന്നില്ല, ഡോറിൽ വന്ന് കൊട്ടുകയാണ്, തുറക്കടി എന്ന് പറഞ്ഞിട്ട്. എന്നാൽ മുന്തിരി തുറക്കുന്നില്ല. ഒരു സൈഡിൽ വന്നിരുന്ന് പേടിച്ച് ഓരോ കാര്യങ്ങൾ വീണ്ടും ആലോചിക്കുകയാണ്. അവൾ സ്വപ്നത്തിൽ കണ്ടിരുന്നത് ഹീറോ ആ പയ്യനെ വലിച്ചോണ്ട് പോകുന്നതായിട്ടും കുറച്ച് ദത്ത് ആൾക്കാർ, അതായത് കുട്ടികളെ ദത്തെടുക്കത്തില്ലേ ഇല്ലീഗലായിട്ട്, ആ കാര്യം പത്ര ന്യൂസായിട്ട് വരുന്നതും പിന്നെ ഹീറോ ഒരാളുടെ പൈസ വാങ്ങുന്നതായിട്ടും. അതായത് ആ ഡിറ്റക്റ്റീവ് ഇല്ലേ, മുന്തിരി കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ നോക്കിയ ഡിറ്റക്റ്റീവ്, അയാളുടെ ചെറുപ്പകാലത്തില് അയാളുടെ പൈസ വാങ്ങുന്നതായിട്ടുമാണ് മുന്തിരി ആലോചിക്കുന്നത്. നമുക്കിനി മുമ്പോട്ട് പോകാൻ മനസ്സിലാകാം എല്ലാം. പിന്നെ ഹീറോ മുന്തിരിയെ വെള്ളത്തിൽ മുക്കി കൊല്ലാൻ നോക്കിയിട്ടുള്ള ആ ഫ്ലാഷ് ബാക്ക് നമ്മളെ കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ മുന്തിരി ഇത് ഓർത്തതായിരിക്കാം, അല്ലെങ്കിൽ നമ്മളെ കൺഫ്യൂഷൻ അടിക്കാനായിട്ട് കാണിച്ചതായിരിക്കാം. മുന്തിരി ഉള്ള ധൈര്യം എല്ലാം സംഭരിച്ച് ഡോറ് ചെന്ന് തുറക്കാണ്. എന്നാൽ ഹീറോ ദേഷ്യപ്പെട്ട് അകത്തോട്ട് കയറി വരാണ്. നിന്റെ അടുത്ത് ആരാ പറഞ്ഞ യൂൻഹോ നിന്റെ മോനാണെന്ന്, നീ ആരാണ്, നിന്റെ ഓർമ്മകളൊക്കെ നിനക്ക് തിരിച്ചു കിട്ടിയോ എന്നൊക്കെ ചോദിച്ച് അവളോട് ശബ്ദം ഉയർത്തി അടുത്തോട്ട് വരുവാണ്. മുന്തിരിക്ക് സഹിച്ചു നിൽക്കാൻ പറ്റിയില്ല. തൊട്ടടുത്തൊരു കപ്പ് ഇരിപ്പുണ്ടായിരുന്നു. ആ കപ്പ് എടുത്ത് ഹീറോന്റെ തലക്കിട്ടടിച്ച് ചോരയും വരുത്തി അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. ഹീറോ അവളുടെ പിറകെ പിടിക്കാൻ ചെല്ലാൻ നോക്കുന്നുണ്ട്, എന്നാലും നടന്നില്ല. അവള് തല അടിച്ച് പൊട്ടിച്ചിട്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. ഈ നേരം നമ്മുടെ ഹീറോയിനും പള്ളിയിലച്ഛനും കൂടെ ആ തെരുവിൽ കൂടെ നടന്നു പോവാണ്. ആ തെരുവിലാണെങ്കിൽ ഒരാളനക്കം ഇല്ല. എന്താന്ന് ചോദിക്കുമ്പോഴാണ് പള്ളിയിലച്ഛൻ പറഞ്ഞു കൊടുക്കുന്നത്, 2-3 ദിവസം കഴിയുമ്പം ലോട്ടറി എടുക്കാനുള്ള അതിനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് എല്ലാവരും. അവരതുവഴി നടന്നു പോകുമ്പോൾ ഒരു സ്ക്രീനിന് മുമ്പിൽ കുറച്ച് ആൾക്കാർ കൂടി നിൽക്കുന്നത് കാണുകയാണ്. ചെന്ന് നോക്കുമ്പം ലോട്ടറിയുടെ കാര്യമാണ് പറയുന്നത്. ഈ സ്വർഗത്തിൽ തന്നെ പലയിടത്തുനിന്നും ചാവികൾ കളഞ്ഞു കിട്ടും. ഏകദേശം 6 ചാവികൾ. ആർക്കൊക്കെയാണോ ആ 6 ചാവികൾ കിട്ടുന്നത് അവർക്കൊക്കെ ലോട്ടറി വിൻ ചെയ്യാം. ഈ 6 ആൾക്കാരിൽ ആർക്കാണോ ഏറ്റവും കൂടുതൽ വിഷമകരമായിട്ടുള്ള സ്റ്റോറി ഉള്ളത്, അതായത് ലൈഫ് സ്റ്റോറി ഉള്ളത്, ജീവിത കഥയുള്ളത്, അവർക്ക് ആ ലോട്ടറി വിൻ ചെയ്യാൻ പറ്റും. ആൾക്കാർ ഏറ്റവും കൂടുതൽ വിഷമകരമായിട്ടുള്ള ആൾക്കാർക്ക് വോട്ട് ചെയ്യും, ഏറ്റവും കൂടുതൽ അനുഭവിച്ച ആൾക്കാർക്ക്. അങ്ങനെ അവർക്ക് ലോട്ടറി വിൻ ചെയ്യാം. ഈ ലോട്ടറി വിൻ ചെയ്ത ആൾക്കാർക്ക് അവരവർക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ സ്വപ്നത്തിൽ പോകാൻ പറ്റും, അവരുമായിട്ട് സംസാരിക്കാൻ പറ്റും. ഹീറോയിൻ മനസ്സിൽ ആഗ്രഹിക്കുകയാണ് അവൾക്കും ലോട്ടറി വിൻ ചെയ്യണമെന്ന്. ഈ ഹെവനിൽ തന്നെ, സ്വർഗത്തിൽ തന്നെ കുറെ സ്ഥലത്ത് ഈ താക്കോൽ കൊണ്ട് ഒളിപ്പിച്ചു വയ്ക്കും. അത് ആർക്കൊക്കെയാണ് കിട്ടുന്നത് അവരൊക്കെയാണ് അവകാശികൾ, ലോട്ടറി എടുക്കാനായിട്ടുള്ളതും സ്വപ്നത്തിൽ പോകാൻ അവകാശപ്പെട്ടവരും. രാത്രിയാകുമ്പോൾ ഹീറോയിൻ ഹീറോനോട് വന്ന് പറയാണ്, എനിക്ക് ലോട്ടറി എടുക്കണം, എനിക്ക് മുടിയെത്തിയുടെ സ്വപ്നത്തിൽ പോകണമെന്ന്. അപ്പൊ ഹീറോ, എന്നാ പിന്നെ നീ ലോട്ടറി എടുത്തോ, നീ കണ്ടുപിടിച്ചോ, നിനക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തോ, നിനക്ക് സന്തോഷം നൽകുന്നത് എന്താണോ അത് ചെയ്ത് നീ മുൻപോട്ട് പൊയ്ക്കോന്ന് ഹീറോ പ്രോത്സാഹിപ്പിക്കുകയാണ്. ഈ നേരം നമ്മുടെ മുന്തിരി, അവൾക്ക് പോകാൻ വീടില്ലല്ലോ, അവിടെ എല്ലാം അലഞ്ഞു തിരിഞ്ഞ് നടന്ന് അപ്പോഴും അവളുടെ മനസ്സിലോട്ട് ഓരോ ഓർമ്മകൾ വരുന്നുണ്ട്. ഇതെല്ലാം കൂടെ ആയപ്പോൾ അവൾ അവിടെ ഇരുന്ന് പോവാണ്. പിന്നെ മുന്തിരി ഡ്രസ്സ് മാറിയിട്ടുണ്ട് കേട്ടോ. ഇത്രയും നാൾ ഒരു ഫ്രോക്കാണ് ഇട്ടുകൊണ്ട് നടന്നത്, കുറെ നാൾ കുളിക്കാതെ നടന്നതാണ്, ഇപ്പൊ ഡ്രസ്സ് മാറിയിട്ടുണ്ട്. പിറ്റേന്ന് രാവിലെ ഹീറോയിൻ നേരെ ചെല്ലുന്നത് പള്ളിയിലച്ഛന്റെ വീട്ടിലാണ്, അതായത് പള്ളിയിൽ. അവിടെ ചെന്ന് എന്തൊക്കെയോ ഫുഡ് ഉണ്ടാക്കുകയാണ്. പള്ളിയിലച്ഛൻ വന്ന് ചോദിക്കുകയാണ്, എനിക്കാണോ ഫുഡ് ഉണ്ടാക്കുന്നതെന്ന്. എന്നാൽ നിനക്കല്ല, ഇത് വേറൊരു കാര്യത്തിനാന്ന് പറയും. എന്തായാലും എന്തൊക്കെയോ കേക്കും പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുകയാണ്. ആർക്കായിരിക്കും? ഈ സമയം നമ്മുടെ മുടിയെത്തി ഭൂമിയിൽ നടക്കുകയാണ്. അവള് പഴയ ബിസിനസ് തന്നെയാണ് ചെയ്യുന്നത്, ലോൺ ആൾക്കാരെ നിന്ന് കളക്ട് ചെയ്യുന്നത്. അവള് പഴയതുപോലല്ല, ആൾക്കാരെ ഉപദ്രവിക്കത്തൊന്നുമില്ല, സാധാ രീതിയിൽ പോയി പൈസ കളക്ട് ചെയ്തിട്ട് അവളുടെ ജോലി നോക്കി പോകും. അങ്ങനെ അവൾ ക്ഷീണിച്ച് ഒരിടത്ത് വന്നിരുന്ന് കാപ്പി കുടിക്കുകയാണ്. ആ നേരം അവിടുത്തെ സ്ത്രീയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ലോൺ വേണോ? പഴയതുപോലെ പലിശയൊന്നും ഇല്ല, പലിശ കുറച്ച് ഞാൻ നിങ്ങൾക്ക് ലോൺ എടുത്തു തരാമെന്ന്. അതായത് നമ്മുടെ മുടിയെത്തി പൈസ അടയ്ക്കാന്നാണ് പറയുന്നത്. മുടിയെത്തി നല്ലൊരാളാവാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്നാൽ സ്ത്രീ പറയുന്നത്, അതിന് ആ പെണ്ണുപിള്ള കുറെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ടായിരിക്കും ദൂർത്തടിക്കാൻ നീ ഇറങ്ങിയിരിക്കുന്നതെന്ന്. അതായത് ഹീറോയിനെ പറ്റിയാണ് മോശമായിട്ട് പറഞ്ഞത്. എന്നാൽ ഇത് കേട്ട മുടിയെത്തിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇനി നീ ഹീറോയിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞാൽ നിന്നെ ഉണ്ടല്ലേ കൊന്നു കളയെന്ന് പറഞ്ഞ് മിരട്ടുകയാണ്. ഒരാൾക്കൊരു നല്ല കാര്യം ചെയ്യാന്ന് വിചാരിച്ചപ്പോൾ അതിന് സമ്മതിക്കുന്നില്ല. അതുപോലെ തന്നെ എന്റെ ഒരുപാട് പൈസ ഉള്ള കാര്യം ആരോടും പറയില്ലെന്ന് പറഞ്ഞിട്ടാണ് മുടിയെത്തി അവിടെ നിന്ന് പോകുന്നത്. മുടിയെത്തിക്ക് വേണ്ടി ഹീറോയിൻ കുറച്ചധികം പൈസ സമ്പാദിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ അത് കുറച്ച് നല്ല കാര്യത്തിനൊക്കെ വേണ്ടി ഉപയോഗിക്കാന്നാണ് മുടിയെത്തി തീരുമാനിച്ചത്. എന്നാൽ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് എന്തിനാണ് സഹായം ചെയ്തു കൊടുക്കുന്നത്? പിന്നെ ഇവളെ കൊണ്ട് ഒറ്റയ്ക്ക് അത് എന്തായാലും ചെലവാക്കാൻ പറ്റത്തില്ലെന്ന് ഇവള് പറയുന്നുണ്ട്. അതിനർത്ഥം കുറച്ചധികം പൈസയുണ്ട്. ഈ നേരം നമ്മുടെ ഹീറോയിൻ നേരെ വന്നേക്കുന്നത് പ്രസിഡന്റിന്റെ റൂമിലാണ്. പ്രസിഡന്റും ഉണ്ട്, പാസ്റ്ററും ഉണ്ട്. നമ്മുടെ പ്രസിഡന്റിന് കേക്കൊക്കെ കൊടുത്തിട്ട് പ്രസിഡന്റിനോട് ആ ചാവി എവിടാന്ന് ചോദിക്കുകയാണ്. ആ ഹെവന്റെ മാപ്പ് എടുത്ത് ഡെസ്കിൽ വെച്ചിട്ട് ചായ കുടിച്ചിട്ട് ആ കപ്പ് എവിടെ വേണമെങ്കിലും വെച്ചോളാൻ പറയുന്നുണ്ട്. എന്നാൽ പ്രസിഡന്റിന് അങ്ങനെ വെക്കാൻ പറ്റുമോ? പ്രസിഡന്റ് ടേബിളിന്റെ സൈഡിൽ മാറ്റി വയ്ക്കുകയാണ്. അതായത് കുറച്ച് പലഹാരങ്ങൾ കൊടുത്ത് കൈക്കൂലി കൊടുത്ത് ആ ചാവി എങ്ങനെയെങ്കിലും അടിച്ചെടുക്കാനുള്ള പ്ലാനാണ്. എന്നാൽ പ്രസിഡന്റ് പറഞ്ഞു കൊടുക്കുന്നില്ല. ഹീറോയിൻ നിർബന്ധം പിടിക്കുമ്പോൾ പാസ്റ്റർ ഹീറോയിനെ വിളിച്ച് പുറത്തു വരാണ്, ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. അതിന് മത്സരം പോലും തുടങ്ങിയിട്ടില്ല, അതിനു മുമ്പ് കൈക്കൂലി കൊടുത്ത് താക്കോല് കൈക്കലാക്കാൻ നോക്കുകയാണ്. ഇത് കഴിഞ്ഞ് നമ്മുടെ ഹീറോയിൻ ഒരു റൂമിലിരുന്ന് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ എന്നെ നല്ല പാതയിൽ നയിക്കണേ, എനിക്ക് ആ താക്കോല് കൊണ്ടു തരണേ, എന്നാ പിന്നെ എനിക്ക് മുടിയെത്തിയുടെ സ്വപ്നത്തിൽ പോയി അവളെ നല്ല പാതയിൽ നയിക്കാൻ
ജയിക്കാൻ പറ്റുമെന്നും പറഞ്ഞ് ഒരു 10-20 പേജ് പ്രാർത്ഥന ചൊല്ലിയാണ്. ഇതെല്ലാം കേട്ടോണ്ട് പ്രസിഡന്റ് അവിടെ ഇരിപ്പുണ്ട്. പ്രസിഡന്റിനെ അവിടെ ഇരുത്തി പ്രാർത്ഥിക്കുകയാണ്. എന്നാൽ പ്രസിഡന്റിന് ചാവി കൊടുക്കാൻ പറ്റൂല, ഒരു നിയമമാണ്, അതിനെ റൂള് ബ്രേക്ക് ചെയ്യാൻ പറ്റത്തില്ല. കുറച്ച് കഴിയുമ്പോൾ പള്ളിയിലച്ചൻ വന്ന് പ്രസിഡന്റിനോട് ക്ഷമയും ചോദിച്ച് ഹീറോയിനെ അവിടെ നിന്ന് പിടിച്ചോണ്ട് പോവുകയാണ്. ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട്. ഇതേ നേരം പാർക്കിൽ ഹീറോയും മുന്തിരിയും ഒത്തുകൂടിയിട്ടുണ്ട്. ഹീറോനോട് മുന്തിരി പറയാണ്, എന്റെ അടുത്തോട്ട് വരാൻ പാടില്ല, അങ്ങനെ വരുവാണെങ്കിൽ ഞാൻ അലറി വിളിക്കും, ഇവിടെ ഉള്ള ആൾക്കാർ നിങ്ങളെ കാണും, പ്രശ്നവും, അതുകൊണ്ട് എന്താ കാര്യമെന്ന് എന്റെ അടുത്ത് പറയാം. മുന്തിരിക്ക് പേടിയുണ്ട്, ഹീറോ എന്തേലും ചെയ്യും എന്നുള്ളൊരു പേടി. അതുപോലെ തന്നെ മുന്തിരി ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഞാൻ ആരാണെന്നറിയാം, അതുപോലെ തന്നെ എന്റെ ഓർമ്മകളും അറിയാം, നിങ്ങൾ പിന്നെ എന്തിനാണ് എന്റെ അടുത്ത് പറയാത്തത്, നിങ്ങൾ എന്നെ സഹായിക്കാന്നും പറഞ്ഞ് കൂടെ നടന്നത് എന്തിനാണ്, എല്ലാ സത്യങ്ങളും എനിക്ക് അറിയണമെന്ന് പറയാണ്. എന്നാൽ ഹീറോ ഇതിനൊന്നും മറുപടി പറയുന്നില്ല. ഹീറോയ്ക്ക് എന്തൊക്കെയോ അറിയാം, പക്ഷെ അവന്റെ കുറ്റബോധങ്ങൾ അവനെ പറയാൻ സമ്മതിക്കുന്നില്ല. മുന്തിരിയും ഹീറോയും ഭൂമിയിൽ വെച്ച് എന്തൊക്കെയോ കണക്ഷൻ ഉണ്ട്, പക്ഷെ നമുക്ക് എന്താണെന്ന് അറിയത്തില്ല. ഇനി മുൻപോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ നമ്മുടെ ഹീറോയിനെ കാണിക്കുമ്പോൾ ഹീറോയിനും പള്ളിയിലച്ചനും അവിടെ ചാവി തപ്പി നടക്കുകയാണ്. ലോട്ടറിയുടെ തുടക്കമായിട്ടുണ്ട്, അതായത് ലോട്ടറി തിരഞ്ഞെടുക്കുന്നത് ആരംഭമായിട്ടുണ്ട്. താക്കോല് കണ്ടുപിടിക്കാനായിട്ട് ഓരോ ആൾക്കാർക്കും താക്കോല് കിട്ടുന്നുണ്ട്. താക്കോല് കിട്ടിയ ആൾക്കാരെ ഒരു സ്ക്രീൻ പോലെ ആകാശത്ത് അവരുടെ വീഡിയോ വരുന്നുണ്ട്. ഓരോ ആൾക്കാരും പലതാ പറയുന്നത്, ഞാൻ ഇത് ആഗ്രഹിച്ചിട്ട് കിട്ടിയതല്ല, എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ് തപ്പിയപ്പോഴാ കിട്ടിയെന്ന്. വേറൊരാൾ പറയുന്നത്, ഞാൻ ഇത് ആഗ്രഹിച്ചിട്ട് കിട്ടിയതാണ്, ഞാൻ ഇത് വേണമെന്ന് പറഞ്ഞ് തപ്പിയപ്പോഴാ കിട്ടിയെന്ന്. ഇതെല്ലാം കേട്ട് ഹീറോയിൻ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുകയാണ്. വീണ്ടും മുന്തിരിനെ കാണിക്കുമ്പോൾ മുന്തിരി ഒരു സ്ഥലത്തിരിക്കുകയാണ്. ആ നേരം തന്നെ അതോടെ ഒരു കപ്പിൾസ് നടന്നു പോകുന്നുണ്ട്. ആ കപ്പിൾസ് നടന്നു പോകുമ്പോൾ ആ കപ്പിൾസിന്റെ സ്ഥാനത്ത് ഹീറോയും മുന്തിരിയും നടന്നു പോകുന്നതായിട്ട് അവൾക്ക് തോന്നുകയാണ്. പെട്ടെന്ന് തന്നെ അവൾ ഒരു ഫ്ലാഷ് ബാക്കിലോട്ട് പോവുകയാണ്. അതായത് മുന്തിരിയും ഹീറോയും കപ്പിൾസ് ആയിരുന്നു പഴയ കാലത്ത്. അവർ രണ്ടുപേരും ഒരുമിച്ച് പോകുമ്പോൾ മഴ പെയ്ത്, മഴ നനയാതിരിക്കാനായിട്ട് അവരൊരു സൈഡിൽ ഒരു കട അരികിൽ വന്ന് നിൽക്കുകയാണ്. ആ സമയം മുന്തിരി അവനൊരു കിസ് കൊടുക്കുന്നുണ്ട്. അതായത് ഇവർ രണ്ടുപേരും കപ്പിൾസ് ആയിരുന്നു, എങ്ങനെയാണെന്ന് അറിയാൻ പാടില്ല, എന്നാലും കപ്പിൾസ് ആയിരുന്നു. പിന്നീട് നമ്മുടെ ഹീറോയിൻ താക്കോലൊക്കെ തപ്പി ക്ഷീണിച്ച് അവിടെ വന്ന് കിടന്നുറങ്ങാണ് പള്ളിയിൽ. പള്ളിയിലച്ചന് ഇത് കാണുമ്പോൾ സഹിക്കുന്നില്ല, വിഷമാവുകയാണ്. പള്ളിയിലച്ചന് വേണ്ടി ഒരുപാട് കുക്ക് ചെയ്തിട്ടുണ്ട്. അവന്റെ കൂടെ ആരും ഇല്ലാത്തപ്പോഴും സന്തോഷമായിട്ട് ഹീറോയിനായിരുന്നു കൂടെ ഉള്ളത്. ഇതെല്ലാം കൂടെ ആലോചിച്ച് ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ്, ഈ വയസ്സായ സ്ത്രീയെ ഇങ്ങനെ ഒരിക്കലും കഷ്ടപ്പെടുത്താൻ പാടില്ല, ഇവര് വന്ന ശേഷമാണ് എനിക്കൊരു അമ്മയുടെ സ്നേഹം കിട്ടാൻ തുടങ്ങിയത് എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിച്ചതോടെ ആ പള്ളിയുടെ മണ്ടയിൽ നിന്ന് ഒരു താക്കോല് പ്രത്യക്ഷപ്പെട്ട് അവന്റെ തലയിൽ വന്ന് വീഴുകയാണ്. ഈ താക്കോല് വീഴുന്ന ശബ്ദം കേട്ടിട്ട് ഹീറോയിൻ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എണീക്കുന്നുണ്ട്. താക്കോല് കിട്ടിയെന്ന് പറഞ്ഞ് ഹീറോയിൻ സന്തോഷപ്പെടുകയാണ്. പള്ളിയിലച്ചനെ താക്കോൽ എടുത്തുകൊണ്ട് വന്ന് കാണിക്കുകയാണ്. താക്കോല് പള്ളിയിലച്ചന്റെ തലയിൽ വീണത് കൊണ്ട് തന്നെ ചോര വന്നിട്ടുണ്ട്. പള്ളിയിലച്ചന് ചോര പേടിയാണ്, തല ഇറങ്ങി തറയിൽ വീഴുകയാണ്. ഇത് കഴിഞ്ഞ് ഹീറോയിൻ നേരെ വീട്ടിൽ ചെല്ലുകയാണ്. ഹീറോനോട് ഹീറോയിന്റെ സന്തോഷം പങ്കുവയ്ക്കുകയാണ്. നാളെ ഞാൻ അവിടെ പോയി എല്ലാരോടും എന്റെ സങ്കടപ്പെട്ട ജീവിതകഥ പറയുമെന്ന്. ആ നേരമാണ് മുന്തിരി അങ്ങോട്ട് കയറി വരുന്നത്. മുന്തിരി കയറി വന്നതോടെ നിനക്ക് ഫുഡ് തരാമെന്നും പറഞ്ഞ് ഹീറോയിൻ ഫുഡ് എടുക്കാൻ പോവാണ്. അപ്പം മുന്തിരി ഹീറോയിനോട് വന്നിട്ട്, ഹീറോയിൻ ഉള്ളപ്പോൾ നിങ്ങൾക്ക് എന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇത് ഹീറോയിൻ അറിയാനും പാടില്ല എന്ന് പറയാണ്. അതായത് ഇതൊക്കെ അറിഞ്ഞാൽ ഹീറോയിന് വിഷമാവും, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. പിറ്റേന്ന് രാവിലെ ഹീറോയിൻ പോവാൻ നിൽക്കുകയാണ്. പോണേന് മുമ്പ് ഹീറോയിനോട് പറയുന്നുണ്ട്, നിങ്ങൾ എന്റെ കൂടെ വരണ്ട, നിങ്ങൾ എന്റെ കൂടെ വന്നാൽ എനിക്ക് വിഷമാവും, അതുകൊണ്ട് വരണ്ട, ഇവിടെ ഇരുന്ന് ടിവിയിൽ റിയാലിറ്റി ഷോ കണ്ടോന്ന്. ഇതും പറഞ്ഞ് ഹീറോയിൻ അവിടെ നിന്ന് പോവാണ്. ഇപ്പൊ വീട്ടിൽ ഒറ്റയ്ക്കുള്ളത് ഹീറോയും മുന്തിരിയാണ്. ഹീറോയിൻ ഈ മുന്തിരി എന്തെങ്കിലും ചെയ്യുമെന്നൊരു പേടി എനിക്കുണ്ടായിരുന്നു, എന്നാലും നമുക്ക് നോക്കാം. അങ്ങനെ റിയാലിറ്റി ഷോ സ്റ്റാർട്ട് ചെയ്യാണ്. ഈ റിയാലിറ്റി ഷോ കണ്ടോണ്ട് കുറച്ച് ആൾക്കാർ സ്റ്റേജിൽ ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ ഇത് ടിവിയിൽ ലൈവായിട്ട് പോകുന്നുണ്ട്. പിന്നെ പ്രസിഡന്റും അവരുടെ ഗ്രൂപ്പും ഇത് കണ്ടോണ്ട് വേറൊരു റൂമിൽ ഇരിപ്പുണ്ട്. ബിഗ് ബോസ് ഒക്കെ പോലെ അതുപോലെ തന്നെ. ആദ്യത്തെ കണ്ടസ്റ്റന്റ് പുള്ളിക്കാരന്റെ വിഷമങ്ങൾ പറയാണ്. എന്റെ അച്ഛൻ ഒരു കൺസ്ട്രക്ഷൻ പണിക്കാരനായിരുന്നു, പുള്ളിക്കാരൻ ഒരു അപകടം പറ്റി കിടപ്പിലായ ശേഷം ഞങ്ങളുടെ അമ്മ എന്നെയും എന്റെ അനിയനെയും അച്ഛനെയും വിട്ട് വേറൊരാളുമായിട്ട് കല്യാണം കഴിച്ചു പോയി. അതിനുശേഷം നമ്മൾ ഒറ്റയ്ക്കായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ നാട് വിട്ടുപോയി എന്റെ അനിയനെ ഒറ്റയ്ക്കാക്കിയിട്ട്. അതിന്റെ കുറ്റബോധം എനിക്കുണ്ടെന്ന്. ഇത് കേൾക്കുമ്പോൾ കുറച്ച് ആൾക്കാർ കൂടുതൽ വോട്ട് കൊടുക്കുന്നുണ്ട്, 75ഓളം വോട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ ഹീറോയിൻ ഡൗട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ താമസിച്ചിരുന്ന വീട് നിങ്ങളുടെ സ്വന്തമായിരുന്നു എന്ന്. എന്നാൽ അയാൾ ഉത്തരം പറയാണ് അതേന്ന്. ഉടനെ ഇട്ട വോട്ട് എല്ലാവരും തിരിച്ചെടുക്കുകയാണ്. 75-ന് 65 ആയിട്ടുണ്ട്. അതായത് ഹീറോയിന്റെ ഒറ്റ ചോദ്യം കാരണമാണ് അത് കുറഞ്ഞത്. രണ്ടാമത്തെ ആള് പുള്ളിക്കാരന്റെ വിഷമപ്പെട്ട കഥ പറയാൻ തുടങ്ങുകയാണ്. അതൊരു സ്ത്രീയാണ്. പുള്ളിക്കാരി കുട്ടിക്കാലത്ത് ഒരുപാട് ഒറ്റപ്പെട്ടിട്ടുണ്ട്, ഒരു സന്തോഷമില്ലാത്ത ജീവിതമായിരുന്നെന്ന്. അതിന്റെ ഇടയിൽ ഹീറോയിൻ ചോദ്യം ചോദിക്കുകയാണ്, നിങ്ങളുടെ വീട്ടിലെ ജനല് എങ്ങനത്തെ ജനലാണെന്ന്. കൈവച്ച് തുറക്കുന്ന ജനലാന്ന് അവർ പറയും. അതിനർത്ഥം നിങ്ങൾ റിച്ച് ആയിട്ടുള്ള ഒരു ഫാമിലിയിൽ നിന്ന് വന്നതാണ്, അതുകൊണ്ട് തന്നെ ആൾക്കാർ കുറച്ച് വോട്ടേ കൊടുക്കുന്നുള്ളൂ. മൂന്നാമത്തെ ആള് വിഷമങ്ങൾ പറയാണ്. അവരുടെ പട്ടിക്കുട്ടി മരിച്ചുപോയ വിഷമങ്ങളാണ് പറയുന്നത്. അവരുടെ പട്ടിക്കുട്ടി ഒരു ഡോബർമാൻ ആയിരുന്നു. ഇത് കേട്ട ഹീറോയിൻ അടുത്ത ഡൗട്ട് ചോദിക്കുകയാണ്, നിങ്ങളെ വീട്ടിലെ ബെല്ല് ഏതാണ്? അവരേതൊരു ബെല്ലിന്റെ പേര് പറയും. അത് പണക്കാരുടെ വീട്ടിലുള്ള ബെല്ലാണ്. ഇത് കേട്ടതോടെ അവർക്കും ആൾക്കാർ വോട്ട് കുറച്ചാണ് കൊടുക്കുന്നത്. ഈ മൂന്നുപേർക്ക് കിട്ടിയത് 70-ന് താഴെയുള്ള വോട്ടാണ്. ബാക്കി 2 കണ്ടസ്റ്റന്റ്സ് കൂടെ ഉണ്ട്. ഇവർക്ക് പേടിയാണ്, ഹീറോയിൻ ഇനി ഓരോ കാര്യങ്ങൾ ചോദിച്ച് വോട്ട് കുറച്ച് കിട്ടിയാലോ, അതുകൊണ്ട് തന്നെ 2 പേര് പിന്മാറുകയെന്ന് പറയുകയാണ്. അതിലൊരാള് ഓൾറെഡി പിന്മാറി, മറ്റേ ഒരു സ്ത്രീ
ഉണ്ടല്ലോ, ഈ സ്ത്രീയെ നിങ്ങൾക്ക് എവിടെയെങ്കിലും പരിചയമുണ്ടോ? ഈ സ്ത്രീ വേറെ ആരുമല്ല, നരകത്തിൽ നിന്ന് ഒരു മുത്തപ്പൻ പള്ളിയിൽ വന്ന് ഹീറോയിന്റെ കഴുത്തിൽ കത്തി വെച്ചില്ലായിരുന്നോ, ആ മുത്തപ്പന്റെ ഭാര്യയാണ്. ഈ ഭാര്യ റിയാലിറ്റി ഷോയിൽ വന്നത് തന്നെ മുത്തപ്പൻ ഈ റിയാലിറ്റി ഷോ കാണാൻ വേണ്ടിയിട്ടാണ്, മുത്തപ്പനെ അറിയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ സ്വർഗത്തിലുണ്ടെന്ന് പറഞ്ഞിട്ട് അവരുടെ കഥ പറയാൻ തുടങ്ങുകയാണ്. അവര് വയ്യാതെ കിടന്നിട്ടും ആ മുത്തപ്പനാണ് നമ്മുടെ മുത്തശ്ശീനെ നന്നായിട്ട് നോക്കിയിട്ടുള്ളത്, ഒരു കുറവും വരുത്തിയിട്ടില്ല. ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവിടുത്തെ ആൾക്കാർ 99 വോട്ട് കൊടുക്കുകയാണ് ഇവരുടെ വിഷമമായിട്ടുള്ള ലൈഫ് സ്റ്റോറി കേൾക്കുമ്പോൾ. ഹീറോയിന് ഇത് ഇഷ്ടപ്പെടുന്നില്ല. നമ്മുടെ പാസ്റ്റർ വരെ ഈ വിഷമം കേട്ടിട്ട് വോട്ടിടാൻ പോയതാണ്. എന്തായാലും ഹീറോ അവിടുത്തെ ആൾക്കാരോട് പറയാണ്, ഇവര് പിന്മാറാൻ പോവാന്ന് പറഞ്ഞതില്ലേ, പിന്നെ എന്തിനാണ് ഇവർക്ക് വോട്ട് കൊടുത്തതെന്ന്. എന്നാൽ ഇത്രയും വോട്ട് കിട്ടിയത് കൊണ്ട് തന്നെ ഇവർക്ക് ഈ മത്സരത്തിൽ പങ്കെടുത്തേ പറ്റത്തുള്ളൂ. ഒരാൾ പുറത്തു പോയല്ലോ, ഇനി ഹീറോയിന്റെ ടേൺ ആണ്. ഹീറോയിൻ പുള്ളിക്കാരിയുടെ ലൈഫ് സ്റ്റോറി പറയാൻ തുടങ്ങാണ്. വലിയൊരു ബുക്കൊക്കെ എടുത്ത് പടം വരച്ചിട്ടാണ് പറഞ്ഞു കൊടുക്കുന്നത്. എന്നാൽ ഈ ലൈഫ് സ്റ്റോറി കേട്ടിട്ട് ആർക്കും അങ്ങോട്ട് ഏക്കുന്നില്ല, സങ്കടം വരുന്നില്ല. അവരെല്ലാരും ഉറങ്ങി തൂങ്ങി ആടുകയാണ്. ഒരു ഗ്രാമത്തിലൊരു മുത്തശ്ശി ഉണ്ടായിരുന്നു, ആ മുത്തശ്ശിയാണ് എന്നെ നോക്കിയത്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് പടം വരച്ചിട്ടാണ് കഥ പറയുന്നത്. ആർക്കും അങ്ങോട്ട് ഇത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, അവരെല്ലാവരും ഉറങ്ങുകയാണ്. അവസാനം ട്രാക്ക് മാറ്റിയാലേ രക്ഷയുള്ളൂ എന്ന് വിചാരിച്ചിട്ട് പാസ്റ്ററിന്റെ ലൈഫ് സ്റ്റോറി പറയുകയാണ്. പാസ്റ്ററിനെ ഒരമ്മ കൊണ്ടുവന്ന് പള്ളിയുടെ മുമ്പിൽ കൊണ്ട് കളഞ്ഞെന്ന് പാസ്റ്ററിനെ അവിടെ എണീപ്പിച്ച് നിർത്തുകയാണ്. പാസ്റ്ററിന്റെ മുമ്പിൽ വെച്ച് തന്നെ ഈ കഥകൾ പറയുകയാണ്. ഈ പാസ്റ്ററിന്റെ കഥ കേട്ടതോടെ എല്ലാവർക്കും വിഷമാവുകയാണ്. അതുപോലെ തന്നെ പാസ്റ്ററിന്റെ അമ്മ ആരാണെന്ന് എല്ലാരും ചോദിക്കുകയാണ്. ഹീറോയിൻ കള്ളം പറയുകയാണ്, ഞാനാണ് ആ വൃത്തികെട്ട സ്ത്രീ, ഞാനാണ് പാസ്റ്ററിനെ കൊണ്ടുവന്ന് അവിടെ ആക്കിയത്, അതിന്റെ കുറ്റബോധം എനിക്ക് ഇപ്പോഴും ഉണ്ട്, എന്നെ ആ കുറ്റബോധം വേട്ടയാടാറുണ്ടെന്ന്. ഇതും പറഞ്ഞ് പാസ്റ്ററിനെ വന്ന് കെട്ടിപ്പിടിക്കും. എല്ലാരും ഇത് കേട്ട് സങ്കടപ്പെട്ട് ഹീറോയിന് വോട്ട് കൊടുക്കുകയാണ്. ഹീറോയിന് 100 വോട്ട് കിട്ടിയിട്ടുണ്ട്. അതായത് ലോട്ടറി വിൻ ചെയ്തത് ഹീറോയിനാണ്. ഈ പാസ്റ്ററിന്റെ കഥയില്ലേ, അതിനകത്തുള്ള സ്ത്രീ ഹീറോയിനാന്ന് കള്ളം പറഞ്ഞാണ്, ഹീറോയിൻ മനഃപൂർവ്വം കള്ളം പറഞ്ഞാണ്. ഇത് മനസ്സിലാക്കിയ റിയാലിറ്റി ഷോ നോക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവര് പ്രസിഡന്റിനോട് ചോദിക്കുകയാണ്, ഇവര് കള്ളം പറഞ്ഞാണ്. ക്യാമറ നോക്കുമ്പം അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷനിൽ പള്ളിയിലെ അച്ഛനോട് എന്തോ ആംഗ്യങ്ങൾ കാണിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഇത് കള്ളത്തരമാണെന്ന്. എന്നാൽ പ്രസിഡന്റ് അതിനെ എതിർക്കുകയാണ്. അവര് പറയുന്നത് സത്യമാണെന്ന് പറയാണ്. എന്താ ഇവിടെ നടക്കുന്നത്, വല്ലതും മനസ്സിലായോ? എനിക്ക് മനസ്സിലായില്ല. അടുത്ത എപ്പിസോഡിൽ ഞാൻ പറഞ്ഞുതരാം. അതായത് ഹീറോയിൻ പള്ളിയിലെ അച്ഛന്റെ കാര്യം കള്ളം പറഞ്ഞല്ല, പക്ഷേ ഹീറോയിന് മക്കളില്ലെന്നാണ് ഹീറോയിൻ പറയുന്നത്. എന്തേലും മനസ്സിലായോ? ഇല്ലല്ലേ? നമുക്ക് അടുത്ത പോകുമ്പോൾ മനസ്സിലാക്കാം. ഈ നേരം വീട്ടില് മുന്തിരി സ്വപ്നം കാണുകയാണ്. മുന്തിരി സ്വന്തം മോനെ, അതായത് യുൻഹോനെ പഠിപ്പിക്കുകയാണ് എന്തോ പടം വരച്ചിട്ട്. അച്ഛൻ, അമ്മ, കുട്ടി. അച്ഛന്റെ പേര് കോ നക് ജുൻ, അതായത് ഹീറോ. മോന്റെ പേര് യുൻഹോ. അമ്മയുടെ പേര് ചോദിക്കുമ്പോൾ മോൻ പറയുന്നത് ഹേസൂക്ക് എന്നാണ്, അതായത് ഹീറോയിന്റെ പേര്. ആരാ അത്? അമ്മ. അതായത് മുന്തിരി തന്നെയാണ് ഹീറോയിൻ. എങ്ങനെയാണെന്ന് അറിയാൻ പാടില്ല, പക്ഷേ മുന്തിരിയാണ് ഹീറോയിൻ. ഹേസൂക്ക് എന്നാണ് ആ മോൻ പറയുന്നത്, യുൻഹോ ആയിട്ടുള്ള മോൻ. ഇതെങ്ങനെയൊക്കെയാണെന്ന് നമുക്കറിയില്ല. ഇനി പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. ഈ സ്വപ്നം കണ്ട് ഞെട്ടിണീച്ച മുന്തിരി ഹീറോയിനോട് വന്ന് ചോദിക്കുകയാണ്, എന്താ ഇവിടെ നടക്കുന്നത്? നിങ്ങളും ഞാനും അവിഹിതത്തിലായിരുന്നോ ഹീറോയിനെ പറ്റിക്കാനായിട്ട്? ഹീറോ ഇതിന് മറുപടി പറയാണ്. അവൻ എന്ത് പറയണമെന്നറിയത്തില്ല, പക്ഷേ കണ്ണീന്ന് കണ്ണുനീരൊക്കെ വന്നിട്ട് യുൻഹോ നമ്മുടെ കുട്ടിയാണ്, നമ്മുടെ മാത്രം കുട്ടിയാണ്, നമുക്ക് അങ്ങനെ ഒരു മോനുണ്ടായിരുന്നു എന്ന് മാത്രം മറുപടി പറയാണ്. ഇവിടെ സീൻ കട്ട് ചെയ്താൽ അടുത്ത സീനിൽ ഹീറോയിൻ റിയാലിറ്റി ഷോ ഒക്കെ ജയിച്ചിട്ട് പുറത്തിറങ്ങി വരുന്നുണ്ട്. കൂടെ പാസ്റ്ററും ഉണ്ട്. പാസ്റ്റർ ചോദിക്കുന്നുണ്ട്, എന്ത് കള്ളത്തരമാണ് നിങ്ങൾ പറയുന്നത്? കള്ളത്തരം പറയാൻ നിങ്ങൾക്ക് ഒരുപാട് കഴിവുണ്ടല്ലോ. ജയിക്കണ്ടേ? എനിക്ക് ആ കുട്ടിയുടെ സ്വപ്നത്തിൽ പോയേ പറ്റത്തുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ കള്ളം പറഞ്ഞത്. എന്നാൽ ഇത് കള്ളമല്ലാന്ന് നമുക്കറിയാം. എന്തൊക്കെയോ ഇതിന് പിന്നിൽ രഹസ്യങ്ങളുണ്ട്. അവര് വീട്ടിലോട്ട് നടന്നു പോകുന്നതും കാണിച്ചുകൊണ്ടാണ് 10ാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു?